ആലപ്പുഴ കലവൂരിൽ മരണപ്പെട്ട എറണാകുളം കടവന്ത്ര സ്വദേശിനി സുഭദ്രയെ അവസാനം കണ്ടത് കഴിഞ്ഞ മാസം 3-നാണ് അയൽവാസികൾ. കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ഉടുപ്പി സ്വദേശിനി ശർമിളയുമായി സുഭദ്രയ്ക്ക് അടുത്ത സൗഹൃദമായിരുന്നുവെന്നും അയൽവാസി നാരായണൻ പറഞ്ഞു. സുഭദ്ര കഴിഞ്ഞ മാസം 4-ന് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് നടന്നു നീങ്ങുന്ന CCTV ദൃശ്യങ്ങൾ ജനം TVക്ക് ലഭിച്ചു. ഇതേസമയം സുഭദ്രയെ കാണാനില്ലെന്ന മകൻ രാധാകൃഷ്ണന്റെ പരാതി ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറി. എറണാകുളം കടവന്ത്ര ഭാഗത്ത് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന 73-കാരി സുഭദ്രയെ കഴിഞ്ഞ മാസം 4 മുതലാണ് കാണാതായത്. 4-ന് രാവിലെ സുഭദ്ര ശർമിളയും ഒന്നിച്ച് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് നടന്നു നീങ്ങുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിരുന്നു. പിന്നീട് 1 മാസത്തിലധികമായുള്ള കാത്തിരിപ്പിനൊടുവിലാണ് സുഭദ്ര കൊല്ലപ്പെട്ടു എന്ന വാർത്ത പുറത്തു വന്നത്. സുഭദ്രയുമായി ഏറെ അടുപ്പമുണ്ടായിരുന്ന അയൽവാസികൾ കഴിഞ്ഞ മാസം 3-ന് രാവിലെ 11-ഓടെയാണ് അവസാനമായി ഇവരെ കണ്ടത്. 3-ാം തീയതി ശനിയാഴ്ച കടയിൽ 11 മണിയാകുമ്പോൾ വന്നിരുന്ന് അരമണിക്കൂറോളം ഇവിടെ വന്നിരിക്കും. എപ്പോഴും വന്നിരിക്കും. അന്ന് ലാസ്റ്റ് വന്നത് ശനിയാഴ്ച. തീരെ അമ്പലവാസി, എവിടെയെല്ലാം അമ്പലം ഇവിടെ അടുത്തുണ്ട്, അവിടെയൊക്കെ അമ്പലവാസിയായിരുന്നു. അമ്പലത്തിൽ പോയിരിക്കാം എന്നാണ് എല്ലാവരും ധരിച്ചത്. കാരണം രാത്രിയൊക്കെ ആകുമ്പോൾ ചിലർ അമ്പലത്തിൽ കഴിഞ്ഞ് ഇവർ വരും. അങ്ങനെയാണ് കരുതിയിരുന്നത്. വളയുണ്ട്, ഒരു 5 വളയെങ്കിലും ഉണ്ട്. അത് ഫിറ്റായിട്ട് കിടക്കണേ. അപ്പം ഞാൻ പറയും, അമ്മ അതും കൂടെ അങ്ങോട്ട് അയച്ചു കൊടുക്കുക. ഇല്ലടോ, എൻ്റെ കൈ വെട്ടിക്കളഞ്ഞാലാണ് ആ വള എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ അതവിടെ കിടക്കട്ടെ. സുഭദ്രയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് തിരയുന്ന ഉടുപ്പി സ്വദേശിനി ശർമിളയെ തനിക്ക് പരിചയപ്പെടുത്തിയിരുന്നതായും സുഭദ്രയുമായി അടുത്ത സൗഹൃദമാണ് ഇവർക്ക് ഉണ്ടായിരുന്നതെന്നും അയൽവാസി നാരായണൻ ജനം TVയോട് പറഞ്ഞു. അവർ സുഭദ്ര തന്നെ പരിചയപ്പെടുത്തിയത്. ശർമിള അവിടുത്തെ ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു. അവിടെ താമസിക്കാൻ വന്നത് അവിടെ. പോലീസ് ഒന്നും എൻ്റെ സ്റ്റേറ്റ്മെന്റ് എഴുതിയെടുത്തിട്ടുണ്ട്. സാമ്പത്തിക ഭദ്രതയിൽ കഴിഞ്ഞിരുന്ന സുഭദ്ര പണം പലിശയ്ക്ക് കടം കൊടുത്തിരുന്നതായും സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്ന പതിവുണ്ടായിരുന്നതായും എല്ലാവരുമായും മനസ്സ് തുറന്ന് സംസാരിക്കുന്ന പ്രകൃതക്കാരിയായിരുന്നുവെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത്. സുഭദ്രയുടെ ആഭരണങ്ങൾ ഉടുപ്പിയിൽ വിറ്റതായി കണ്ടെത്തിയത് കേസന്വേഷണത്തിൽ നിർണായകമായതായി TG വിനോദ് MLA പറഞ്ഞു. അവരുടെ സ്വർണ്ണാഭരണങ്ങൾ ഉടുപ്പിയിലെ സ്വർണ്ണക്കടയിൽ എന്തോ വിറ്റതായി പോലീസിന് ബോധ്യപ്പെട്ടു. അപ്പോൾ ഇതെല്ലാം കൊണ്ട് പോലീസ് അന്വേഷണം നടത്തിയ ഇപ്പോൾ യഥാർത്ഥത്തിൽ പ്രതിയെ പിടിക്കാനും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഇത് മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. സുഭദ്രയുടെ കൊലപാതക വാർത്ത പ്രദേശവാസികളിലാകെ ഞെട്ടലുളവാക്കി. ഘാതകരെ കണ്ടെത്തി പരമാവധി ശിക്ഷ വാങ്ങി നൽകണമെന്ന വികാരമാണ് ഓരോ നാട്ടുകാരിലും പ്രകടമായത്. ക്യാമറാമാൻ ബിബിൻ ആലുവയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.